നമസ്കാരം. കേൾക്കാം. അതെ, നമസ്തേ. ഇപ്പൊ ചെറുതായിട്ട് കേൾക്കാം. ഇപ്പോഴോ? വോളിയം ലോയാണ്, പക്ഷെ ഇത് ശരിയായിക്കോളൂ. ഇപ്പൊ കേൾക്കാം. കേൾക്കാം. ഇപ്പൊ നിങ്ങളുടെ കേൾക്കാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം ചെയ്യാം. എല്ലാ പഠിതാക്കൾക്കും വിനീതമായിട്ട് ഏഴാധ്യായം എന്ന് പറഞ്ഞല്ലേ? അതെ. ശ്രീമദ് ഭാഗവത ഏകാദശ സ്കന്ധം 7ാം അധ്യായം ആരംഭിക്കുന്നു. ശ്രീ ഭഗവാനുവാചാം യഥാർത്ഥമം മഹാഭാഗ തച്ചികീർഷിതമേവ മേ ബ്രഹ്മാഭവോ ലോകപാല സർവാസം മേഭികാംക്ഷിണാം. ഉദ്ധവൻ ഭഗവാനുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അങ്ങ് അവതാരകൃത്യം നിർവഹിച്ച് തിരിച്ചു പോവുകയാണ് എന്നൊരു സംശയം എനിക്കുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് പറയുകയാണ്. ഏത് ആർത്ഥ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? ഏത് ആർത്ഥ യാതൊന്ന് പറഞ്ഞുവോ മാം എന്നോട് ഹേ മഹാഭാഗം, ഭാഗ്യശാലിയായ ഹേ ഉദ്ധവ, അങ്ങ് എന്നോട് എന്താണോ പറഞ്ഞത്? മാം യത് അർത്ഥ യഥാർത്ഥ മാം തത് ചികീർഷിതമേവമേ, അതാണ് എന്റെ ചികീർഷിതം. ചികീർഷിതം ചെയ്യാനുള്ള ആഗ്രഹം. കർത്തുമിച്ഛയാണ് ചികീർഷ. ചികീർഷിതം ചെയ്യാനുള്ള ആഗ്രഹം. ഇനി മേളിലോട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ ഉദ്ധവരെ, താങ്കൾ പറഞ്ഞു തന്നെ. മേ ചികീർഷിതം ഏവ ബ്രഹ്മാ ഭവോ ലോകപാല. ബ്രഹ്മാവ്, ശിവൻ, ലോകപാല. ഭവൻ ച ശിവൻ. സ്വർവാസം, വൈകുണ്ഠവാസത്തെ മേ എന്റെ അഭികാംക്ഷിണ ആഗ്രഹിക്കുന്നവരാണ്. എന്റെ വൈകുണ്ഠവാസം ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും. ബ്രഹ്മ ഭവോ ലോകപാലാഹ സർവാസം മേ അഭികാംക്ഷിണ. അതുകൊണ്ട് എനിക്ക് തിരിച്ച് എത്തേണ്ട സമയം ആയിരിക്കുന്നു. എന്റെ ആഗ്രഹവും തന്നെയാണ്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ. യഥാർത്ഥമം മഹാഭാഗ തച്ചികീർഷിതമേവ മേ ബ്രഹ്മാ ഭവോ ലോകപാല സർവാസം മേ അഭികാംക്ഷിണ. യഥാർത്ഥമം മഹാഭാഗ തച്ചികീർഷിതമേവ മേ ബ്രഹ്മാ ഭവോ ലോകപാല സർവാസം മേ അഭികാംക്ഷിണ. മയാ നിഷ്പാദിതം ക്ഷത്രദേവകാജ്ഞമശേഷതാം യഥർത്ഥം അവതീർണോഹം അംശേന ബ്രഹ്മമർത്ഥിതാം. മയാ നിഷ്പാദിതം എന്നാൽ നിഷ്പാദിതം ചെയ്യപ്പെട്ടത്, സമ്പാദിക്കപ്പെട്ടത്. ഹി അത്ര ഇവിടെ ദേവകാര്യം, ദേവന്മാർ ആവശ്യപ്പെട്ടനുസരിച്ച് ചെയ്ത കാര്യങ്ങൾ അശേഷത നിഷ്പാദി മുഴുവനും ചെയ്തു കഴിഞ്ഞു. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർ എന്തിനൊക്കെ വേണ്ടിയാണോ എന്നെ പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് അവതാരമെടുക്കാൻ ആവശ്യപ്പെട്ടത്, ആ കൃത്യം മുഴുവൻ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. യഥാർത്ഥം അവതീർണോഹം, യാതൊന്നിനു വേണ്ടിയാണോ ഞാൻ അവതരിച്ചത്, അംശേന എന്റെ അംശം കൊണ്ട് ബ്രഹ്മണ അർത്ഥിത
ബ്രഹ്മാവിനാൽ അർത്ഥിക്കപ്പെട്ടതനുസരിച്ച് ഞാൻ എൻ്റെ അംശം കൊണ്ട് യാതൊരു അവതാരത്തെ സ്വീകരിച്ചുവോ അതിൽ കൂടി ദേവകാര്യം മുഴുവൻ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മയാ നിഷ്പാദിതം ക്ഷത്രാദേവകാര്യമശേഷതാം യഥർത്ഥം അവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിതാം. മയാ നിഷ്പാദിതം ക്ഷത്രാദേവകാര്യമശേഷതാം യഥർത്ഥം അവതീർണോഹം അംശേന ബ്രഹ്മണാർത്ഥിതാം. കുലം വൈശാപനദഗ്ധം അന്യൂന്യവിഗ്രഹാത് സമുദ്രസപ്തമേ അന്യേതാം പുരീം പാവയിഷ്യതി. കുലം വൈ, ഈ കുലമാകട്ടെ യാതൊരു കുലമാകട്ടെ ശാപനിർദഗ്ധം നക്ഷിക്കും, ശാപം കൊണ്ട് ദഹിച്ച് നശിക്കുക തന്നെ ചെയ്യും. അന്യൂന്യ വിഗ്രഹ, പരസ്പരം യുദ്ധം ചെയ്ത്, വിഗ്രഹം യുദ്ധം, അന്യൂന്യ വിഗ്രഹ പരസ്പരം യുദ്ധം ചെയ്തിട്ട് കലഹമുണ്ടാക്കിയിട്ട് ശാപം കൊണ്ട് കിട്ടിയ അനുഭവത്തെ മുഴുവനും അനുഭവിച്ചത് ആ കുലം മുഴുവൻ നശിക്കും. അപ്പോൾ സമുദ്രം സപ്തമേ അന്നി, ഏഴാം ദിവസം, ഇന്നേക്ക് ഏഴാം ദിവസം ഏതാം പുരീഞ്ച പാവൈശ്വതി, ഈ ദ്വാരകാപുരിയെ മുക്കിക്കൊണ്ടു. സമുദ്രത്തിന് നടുക്കാണിത്, വെള്ളത്തിന്റെ നടുക്കാണ്. വെള്ളം കയറി ദ്വാരകാപുരി മുഴുവൻ മുക്കിക്കൊണ്ടുപോകുക തന്നെയായി. അപ്പൊ അന്നും വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരു നഗരം, ഒരു ഗ്രാമം, ഒരു പട്ടണം, ഒരു രാജ്യം മുഴുവൻ ഒഴുകി പോകാറുണ്ട് വെള്ളത്തിലായി. അത് പുതുമയല്ലായിരുന്നു, അത് കാലഘട്ടത്തിന് സ്വാഭാവികതയാണ്. ഇന്നു മുതൽ ഏഴാം ദിവസത്തിനകം ഈ ദ്വാരകാവലി സമുദ്രം കയറി മുക്കിക്കളയുക തന്നെ ചെയ്യും. കുലം വൈ ശാപനദഗ്ധം നൂന്യവിഗ്രഹാത് സമുദ്ര സപ്തമന്യേതാം പുരീം പാവയിഷ്യതി. കുലം വൈ ശാപനദഗ്ധം നൂന്യവിഗ്രഹാത് സമുദ്ര സപ്തമന്യേതാം പുരീം പാവയിഷ്യതി. യർഹ്യേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗളം ഭവിഷ്യത്യജിരാത് സാധോ കരുണാപി നിരാകൃതാം. എർഹി ഏവ, എപ്പോഴാണോ, എർഹി ഏവ അയം, എപ്പോൾ തന്നെയാണോ ഈ ലോകം മയാ ത്യക്തോ, എന്നാൽ ത്യജിക്കപ്പെടുന്നത്, അപ്പോൾ അയം ലോക നഷ്ടമംഗള, അപ്പോൾ ഈ ലോകത്ത് മംഗളം നഷ്ടപ്പെട്ടതാണ്. എന്നാണോ ഞാൻ ഈ ലോകം വെടിഞ്ഞു പോകുന്നത്, അന്നു മുതൽ ഈ ലോകത്തിൽ അമംഗളങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എർഹ്യേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗളം ഭവിഷ്യതി ആവും. അജ്രാത്, വൈകാതെ, ഹേ സാധു സജ്ജനമേ എന്നവരെ വിളിച്ചതാണ്. കലിനാപി നിരാകൃതാം. കലിന അപി, എന്താ കലിയാലും നിരാകൃത, നിതരാം ഏറ്റവും അധികം ആകൃത, ആക്രമിക്കപ്പെട്ടതാണ്. മംഗളം നഷ്ടപ്പെട്ടാൽ അപ്പ കലി കയറാൻ കാത്തിരിക്കാൻ ചുറ്റുപാട്. ഞാൻ ഈ ലോകം വിട്ടുപോകുന്ന അന്നു മുതൽ അമംഗളം ആരംഭിക്കും, കലിയും അന്നു മുതൽ പ്രവർത്തന നിരതൻ ആയിത്തീരും എന്നർത്ഥം. യർഹ്യേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗളം ഭവിഷ്യത്യജിരാത് സാധോ കലിനാപി നിരാകൃതാം. യർഹ്യേവായം മയാ ത്യക്തോ ലോകോയം നഷ്ടമംഗളം ഭവിഷ്യത്യജിരാത് സാധോ കലിനാപി നിരാകൃതാം. നവസ്തഭ്യം ത്വയൈവേഹം മയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മ ഋതഭദ്ര ഭവിഷ്യതി കലോ യുഗേ. നവസ്തഭ്യം ത്വയ ഇഹ, നിന്നാൽ ഇഹ ഇവിടെ നവസ്തഭ്യം, ഈ ദ്വാരകയിൽ താമസിക്കരുത്, ദ്വാരക വിട്ട് നീയും പോകണം. നവസ്തഭ്യം ത്വയ ഇഹേ ത്വയ ഏവ ഇഹ മയാ ത്യക്തേ മഹീതരെ. ഞാൻ ഭൂമി ഉപേക്ഷിച്ചു പോയാൽ നീ ഇവിടെ നിൽക്കരുത്. ജനോ അധർമ്മരുചി, ജനങ്ങൾ അധർമ്മരുചിയുള്ളവരായിത്തീരും. ഹേ ഭദ്ര, സംബോധനമാണ്. ഭവിഷ്യതി കലൗയുഗേ, അന്നു മുതൽ കലിയുഗം ആരംഭിക്കും. അതുകൊണ്ട് നീ ഈ ദ്വാരകം മുങ്ങിപ്പോകും, നീ ഇവിടെ നിൽക്കരുത്, ഇവിടെ മറ്റും വേറെ സ്ഥലത്തേക്ക് പോകേണ്ടത്.
ന വസ്തവ്യം ത്വയൈവേഹ മയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മ രുതഭദ്ര ഭവിഷ്യതി കലൗ യുഗേ ന വസ്തവ്യം ത്വയൈവേഹ മയാ ത്യക്തേ മഹീതലേ ജനോ അധർമ്മ രുതഭദ്ര ഭവിഷ്യതി കലൗ യുഗേ ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശമനഃ സമ്യക് സമദർവിചരസ്വകാം. ത്വം തു നീ ആകട്ടെ സർവം പരിത്യജ്യ എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്നേഹത്തെ സ്വജനബന്ധുഷു സ്വജനങ്ങളോട് ബന്ധുക്കളോടുള്ള സ്നേഹമൊക്കെ ഉപേക്ഷിച്ചിട്ട് മൈ ആവേശമന മനസ്സ് എന്നിലേക്ക് ആവേശിപ്പിച്ചിട്ട് സമ്യക് സമദർവിചരസ്വകാം വേണ്ടതുപോലെ സമദർക്കായി എല്ലാറ്റിനും തുല്യമായി കണ്ടിട്ട് ഗാം വിചരസ്വ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശമനഃ സമ്യക് സമദർവിചരസ്വകാം. ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശമനഃ സമ്യക് സമദർവിചരസ്വകാം. യദിദം മനസാ വാചാ ചക്ഷുഭ്യം ശ്രവണാദിഭിः നശ്വരം ഗൃഹ്യമാനന്ദവിദ്ധി മായാമനോമയം. യദിദം ഈ ലോകം, ഈ പ്രപഞ്ചം, മനസാ വാചാ ചക്ഷുഭ്യം ശ്രവണാദിഭിः മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ചക്ഷുഭ്യാം കണ്ണുകൾ കൊണ്ട്, ശ്രവണാദിഭിः നേത്രങ്ങൾ കൊണ്ട്, ഗൃഹ്യമാണ് ഗ്രഹിക്കപ്പെടുന്നത്, ഇതൊക്കെയും നശ്വരം. ഇന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സുകൊണ്ടും ഈ ലോകത്തുനിന്ന് എന്തൊക്കെ സ്വീകരിക്കുന്നോ അതൊക്കെ നശ്വരം തന്നെ. അത് നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്നതാണ്. യദിദം മനസാ വാചാ ചക്ഷുഭ്യം ശ്രവണാദിഭിः നശ്വരം ഗൃഹ്യമാനന്ദ വിദ്ധി അറിയൂ മായാമനോമയം. അതൊക്കെ മായയുമാണ്, മനോമയവുമാണ്. മായയാണ് മനസ്സുണ്ടാക്കിയെടുക്കുന്നത്. മനസ്സുണ്ടാക്കിയെടുക്കുന്നതൊക്കെ മായ. കാരണം എന്താണ്? മനസ്സ് മായ തന്നെയല്ലേ. ഇതെല്ലാം മായ തന്നെയാണ്. ഇതൊന്നും സത്യമല്ല, ശാശ്വതമല്ല. യദിദം മനസാ വാചാ ചക്ഷുഭ്യം ശ്രവണാദിഭിः നശ്വരം ഗൃഹ്യമാനന്ദ വിദ്ധി മായാമനോമയം. യദിദം മനസാ വാചാ ചക്ഷുഭ്യം ശ്രവണാദിഭിः നശ്വരം ഗൃഹ്യമാനന്ദ വിദ്ധി മായാമനോമയം. പുംസോ യുക്തസ്യാം നാനാർത്ഥോ ഭ്രമസ്സ ഗുണദോഷഭക് കർമാകർമ്മ വികർമ്മേരി ഗുണദോഷധിയോഭിധാം. പുംസോ അയുക്തസ്യ, പുംസഃ പുരുഷന്, അയുക്തസ്യ മനസ്സിനെ അടക്കാൻ പറ്റാത്ത പുരുഷന്, അയോഗ്യയായിരിക്കുന്ന പുരുഷന്, നാനാർത്ഥോ പലവിധത്തിലുള്ള പദാർത്ഥങ്ങൾ, ഭ്രമ അത് ഭ്രമമായി, ഗുണദോഷഭക് ഗുണദോഷങ്ങൾ ഉള്ളവനായിട്ട് ഭവിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നാനാവിധത്തിലുള്ള പദാർത്ഥങ്ങൾ ഒരു ഭ്രമമാണ്. അതിൻ്റെ ഗുണദോഷങ്ങളോട് കൂടിയവനായിട്ട് പുംസ പുരുഷനെ ഭവിക്കുന്നു, ആയിത്തീരുന്നു. ഇനിയും ഗുണദോഷധിയോ, ഗുണദോഷബുദ്ധി ഉള്ളവനെ കർമ്മ അകർമ്മ വികർമ്മ ഇതിഭിത, അവനാണ് കർമ്മമെന്നും അകർമ്മമെന്നും വികർമ്മമെന്നും ഭേദങ്ങൾ ഉള്ളത്. കർമ്മം ചെയ്യപ്പെടേണ്ടത്, വികർമ്മം ചെയ്യാതിരിക്കുന്നത്, അകർമ്മം ചെയ്യാതിരിക്കുന്നത്, വികർമ്മം അരുതാത്തത് ചെയ്യൽ, ചെയ്യരുതാത്തത് ചെയ്യലാണ് വികർമ്മം എന്നിങ്ങനെ 3 തരത്തിലുള്ള ഭേദം ഗുണദോഷങ്ങളുള്ള ബുദ്ധിക്കുണ്ട്. ഭ്രമം കൊണ്ടാണ് ഗുണദോഷ ബുദ്ധിയുള്ളവനെ കുറിച്ച് വേദം പ്രവർത്തിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നത്. ഒരു ഭ്രമം കൊണ്ടാണ്.
വേദത്തിൽ കാണപ്പെടുന്ന ഈ ഭേദകൽപ്പന അറിവില്ലാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ്. കർമ്മം, അകർമ്മം, വികർമ്മം എന്നൊക്കെ പറയുന്നത് അറിവില്ലാത്തവരെ കുറിച്ചാണ്. ദേവൻ, മനുഷ്യൻ, ജീവജാലങ്ങൾ, ഗുണം, ദോഷം, ഈ ഭേദങ്ങളൊക്കെ ലോകത്തിലുണ്ട്. പക്ഷെ അത് കാണുന്നവർക്ക് സമബുദ്ധി ഉണ്ടാക്കാതിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇതിലെല്ലാം ഉള്ള ചൈതന്യം ഒന്നാണെന്ന് കണ്ടറിയാനുള്ള സമബുദ്ധി വേണം. അതില്ലെങ്കിൽ ഭ്രമം ഉണ്ടാകുക തന്നെ ചെയ്യും. ഘടം, പടം എന്നൊക്കെ, അതായത് കുടം, വസ്ത്രം, അതുപോലെ സ്ഥലം, പർവ്വതം, നദി എന്നൊക്കെ ഓരോരോ വസ്തുക്കൾ ഓരോന്നായിട്ട് ധരിച്ച് അതിൽ ഭ്രമിച്ച് അതിൽ ഗുണദോഷങ്ങളെ കണ്ടെത്തി അതുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് പരിണതഫലമായി പുണ്യപാപങ്ങൾ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് തോന്നിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മൂന്നിരത്തുള്ള കർമ്മഭേദങ്ങൾ സാധാരണക്കാരെ ബന്ധിക്കാൻ കാരണമാണ്. അതേസമയത്ത് യഥാർത്ഥമായ ആത്മജ്ഞാനമുള്ളവർക്ക് മൂന്നിരത്തിലെ കർമ്മവും അവരെ ബാധിക്കില്ല, ബന്ധിക്കില്ല. ഭേദമുള്ളത് ഇങ്ങനെ ഗുണദോഷങ്ങളെ ആശ്രയിക്കുന്നവർക്ക് മാത്രം. പുംസോയുക്തസ്യദാനാർത്ഥോ ഭ്രമസഗുണദോഷ കർമാകർമ്മ വിവേകേതി ഗുണദോഷധിയോഭിധാം പുംസോയുക്തസ്യദാനാർത്ഥോ ഭ്രമസഗുണദോഷ കർമാകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിധാം തസ്മാദ്യുക്തേന്ദ്രിയഗ്രാമോ യുക്തജിത്തൈതം ജഗത് ആത്മനീക്ഷസ്വവിതതം ആത്മാനം മയ്യധീശ്വരേൻ. അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുക. എന്താ വേണ്ടത്? തസ്മാത്, അതുകൊണ്ട് യുക്ത ഇന്ദ്രിയഗ്രാമോ, ഇന്ദ്രിയ സമൂഹത്തെ യുക്തമാക്കുക, അടക്കി നിർത്തുക. ഗ്രാമം എന്നതിന് കൂട്ടം എന്നർത്ഥം. ഇന്ദ്രിയ ഗ്രാമം എന്ന് വെച്ചാൽ ഇന്ദ്രിയ കൂട്ടം. ഇന്ദ്രിയ കൂട്ടത്തെ എന്ത് ചെയ്യണം? അടക്കി നിർത്തണം. ഇന്ദ്രിയങ്ങളെ ബലാത്കാരേണ അടക്കി നിർത്താൻ സാധിക്കണം. യുക്തേന്ദ്രിയ ഗ്രാമോ യുക്തചിത്ത, മനസ്സിനെയും അടക്കണം. ഇതം ജഗത്ത്, ഈ ജഗത്തിനെ ആത്മനി ഈക്ഷഫ്, ഉള്ളിൽ തന്നെ കാണുക. വിതതം, വിസ്തരിച്ചിരിക്കുന്ന ആത്മാനം, ആത്മാവിനെ മൈ അധീശ്വരി, അതിനൊക്കെ ഈശ്വരനായ എന്നിലും കാണണം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അടക്കി ഇത് രണ്ടും അടക്കിയിട്ട് ഈ ലോകത്തെ മുഴുവനും നോക്കി കാണും. ഇത് അടക്കാതെ കണ്ടാണ് ലോകം നോക്കുന്നതെങ്കിൽ പലത് പലതായിട്ട് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് അതൊരു അധ്യാസമാണ്, മായയുടെ ഒരു അധ്യാസം എന്ന ലീലയാണ്. അതിനധിഷ്ഠിതമാണ് പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം. അതുകൊണ്ട് ഈ ലോകത്തെ ഇങ്ങനെ വ്യാവഹാരിക തലത്തിലോ ആപേക്ഷിക തലത്തിലോ കാണാതെ ഇത് നിരർത്ഥകമാണ്, നശ്വരമാണ്, സത്യമല്ല, അസത്താണ് എന്ന് ഈ ലോകത്തെ കുറിച്ചുള്ളൊരു അവബോധം ഉള്ളിൽ ഉറപ്പിച്ച് എൻ്റെ ഉള്ളിലാണ് ഈ ലോകമെല്ലാം എന്നും ലോകത്തിലെല്ലാം ഞാൻ ഉണ്ടെന്നും ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അങ്ങനെ കാണാൻ പറ്റും. ആത്മനി ഈക്ഷസ്വാൻ വിതതം ആത്മാനം മൈ അധീശ്വരി, രണ്ടും കാണും. എന്നിലാണ് ഈ ലോകമെല്ലാമെന്ന്, ഈ ലോകത്തിലെല്ലാം ഞാനുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടുള്ള തസ്മാത് യുക്തേന്ദ്രിയ ഗ്രാമോ യുക്തജിത്തൈതം ജഗത്ത് ആത്മനി ഈക്ഷസ്വവിതതം ആത്മാനം മയ്യധീശ്വരേ.
മാന്ദ്രഗ്രാമോ യുക്തജിത്തൈതം ജഗത് ആത്മനീക്ഷത്വവിതരം ആത്മാനം മയ്യധീശ്വരേ. ജ്ഞാനവിജ്ഞാന സംയുക്തം ആത്മബോധശരീരണാം ആത്മാനുഭവദുഷ്ടാത്മാ നാന്തരായർവിഹന്യതേ. ജ്ഞാന വിജ്ഞാന സംയുക്ത, ജ്ഞാനവിജ്ഞാനത്തോട് കൂടിച്ചേർന്നവനായി, ആത്മഭൂത ആത്മാവായി ഭവിച്ചവൻ, ശരീരണാം സകല ജീവജാലങ്ങളുടെയും ആത്മഭൂതനായി തീർന്നിട്ട്, ആത്മാനുഭവതുഷ്ടാത്മാ ആത്മാനുഭവം കൊണ്ട് സന്തുഷ്ടമായ ആത്മാവോട് കൂടിയവനായി, ന അന്തരായർ വിഹന്യത തടസ്സങ്ങൾ കൊണ്ട് നശിക്കില്ല. അന്തരായം തടസ്സം, വിഹന്യതേ നശിക്കുക, ഹനിക്കപ്പെടുക. വിഘ്നങ്ങളാൽ ഹനിക്കപ്പെടില്ല, വിഘ്നങ്ങൾ ഉണ്ടാവുകയില്ല. ആത്മപ്രേരണ കൊണ്ടാണ് സകല ജീവജാലങ്ങളും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് പ്രേരകനായ അവന്റെ നേർക്ക് ആർക്ക് വിഘ്നം ചെയ്യാൻ പറ്റും? കൊണ്ട് തത്വചിന്തനം ചെയ്ത് ആത്മജ്ഞാനം നേടി ഒരു വിഘ്നവും നേടിയ ഒരാൾക്ക് ഒരു വിഘ്നവും ഉണ്ടാവില്ല എന്നുറപ്പാണ്. വിഘ്നം ഉണ്ടാകുന്നത് ആത്മജ്ഞാനം നേടാത്തവനാണ്. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മബോധ ശരീരണം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായർവിഹന്യതേ. ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മബോധ ശരീരണം ആത്മാനുഭവതുഷ്ടാത്മാ നാന്തരായർവിഹന്യതേ. ദോഷബുദ്ധ്യോഭയാതീതോ നിഷേധം ന നിവർത്തതേ. ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥഭകാം. ദോഷബുദ്ധ്യ ഉഭയ അതീത. ദോഷബുദ്ധി കൊണ്ട് ഉഭയത്തിനും അതീതനാകാം. ഉഭയം ദ്വന്ദ്വങ്ങളാണ്, ഗുണദോഷങ്ങൾ ദ്വന്ദ്വങ്ങളാണ്, ഉഭയങ്ങളാണ്. ആ രണ്ട് ഭാവനകൾക്കും അപ്പുറത്ത് വേണം. ദോഷബുദ്ധിയ ഉഭയ അതീതനായിട്ട് നിഷേധാത് ന നിവർത്തതേ. നിഷേധത്തിൽ നിന്നും നിവർത്തതയെ പിന്തിരിയുന്നു. എന്നിട്ടോ ദോഷബുദ്ധി കൊണ്ട് അവിടെയാണ് നാ ചേർക്കുന്നത്. ദോഷബുദ്ധി കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? വിഹിതം കരോതി, ചെയ്യപ്പെടേണ്ടത് ചെയ്യുന്നു, വിഹിതമായതിനെ ചെയ്യുന്നു. ന ഗുണബുദ്ധ്യ, ഗുണബുദ്ധി കൊണ്ടുമല്ല. അപ്പം ദോഷബുദ്ധ്യ ഉഭയ അതീതോ നിഷേധാത് ന നിവർത്തതി ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി, ചെയ്യുന്നില്ല. ഏതുപോലെ? യഥാ അർത്ഥക, ഒരു കുട്ടിയെ പോലെ. ജ്ഞാനമുള്ളവനെ, ആത്മജ്ഞാനം നേടിയവന് വേദത്തിലെ വിധികൾ ബാധിക്കില്ല. അങ്ങനെയാണ് ഇഷ്ടം പോലെ ചെയ്യാം എന്നാണോ? എന്നല്ല. ജ്ഞാനി ഗുണമെന്നും ദോഷമെന്നുമുള്ള രണ്ട് ഭേദഭാവന ഇല്ലാത്തവനാണ്. ഒരു ജ്ഞാനി ചെയ്യുന്നതൊക്കെ ഗുണമേ ആവുകയുള്ളൂ, അല്ലാത്ത വരില്ല. സാധാരണക്കാർക്കാണ് ഇത് ഗുണമാണ്, ദോഷമാണ്, പുണ്യമാണ്, പാപമാണ്, ചെയ്യണം, ഇതരുത് എന്നൊക്കെ പറയുന്ന ഭേദങ്ങൾ സാധാരണക്കാർക്കാണ്. ആത്മജ്ഞാനം സിദ്ധിച്ച ജ്ഞാനിക്ക് ഇതൊന്നുമില്ല. ഗുണദോഷങ്ങളുടെ ഭാവനയില്ലാത്തത് കൊണ്ട് വിധിയില്ല, നിഷേധവുമില്ല. ഇത് ചെയ്യണം ചെയ്യരുത് എന്നൊന്നുമില്ല. അതുകൊണ്ട് വിധി നിഷേധങ്ങളനുസരിച്ച് വേദത്തിലെ വാക്യങ്ങൾ ഇവന് പ്രവർത്തിക്കണമെന്നില്ല. കാരണം എന്താണ്? ദോഷം ചെയ്യുകയില്ല.
ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതാണ് വിഹിതം. ഗുണം മാത്രം വിധിക്കപ്പെട്ടത്, അത് മാത്രമേ ചെയ്യുന്നു. ഇതിൽ ഒരു ഒരു ബാലകനെ പോലെയാണ്. ഗുണദോഷങ്ങളൊന്നും അവനെ ബാധിക്കാത്തതുപോലെ. ഒരു കുട്ടിക്ക് ചിലപ്പോൾ കുട്ടി ചിലതൊക്കെ ചെയ്യും, ചിലത് ചെയ്യില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റത്തില്ല. കാരണം അവന്റെ മനസ്സിലെ സങ്കല്പങ്ങളൊന്നുമില്ല, നിഷ്കളങ്കമാണ്. ചെയ്യുന്നു. എന്താ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എന്നൊന്നും അറിയുന്നില്ല, ചെയ്യണമെന്ന് തോന്നി ചെയ്തു, അത്രേ ഉള്ളൂ. നിഷ്കളങ്കമായ അവന്റെ മനസ്സിൽ നല്ലത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതേപോലെ ആത്മജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യകർമ്മങ്ങൾ മാത്രമേ ആവുകയുള്ളൂ, തിരിച്ചേർക്ക് ഉണ്ടാവില്ല. ദോഷബുദ്ധ്യോ ഭയാതീതോ നിഷേധം ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർത്ഥകാം. ദോഷബുദ്ധ്യോ ഭയാതീതോ ന നിഷേധം ന നിവർത്തതേ ഗുണബുദ്ധ്യാച വിഹിതം ന കരോതി യഥാർത്ഥകാം. സർവഭൂതസുഹൃച്ഛാന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയം പശ്യന്മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനാം. സർവഭൂത സുഹൃത്ത് ശാന്ത, എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താണ്, ബന്ധുവാണ്, ശാന്തന. ജ്ഞാനവിജ്ഞാന നിശ്ചയ, ജ്ഞാനവിജ്ഞാനങ്ങളെ തിരിച്ചറിയുന്നവനാണ്. അങ്ങനെയുള്ളവൻ പശ്യം മതാത്മകം വിശ്വം, മതാത്മകമായ വിശ്വത്തെ കണ്ടുകൊണ്ട് ഈ വിശ്വത്തിലെ ഓരോ കാഴ്ചയും മതിപ്പിക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഈശ്വരസ്വരൂപമായി കണ്ടിട്ട് പുനഃ ന വിപദ്യത, ആപത്തിനെ പ്രാപിക്കയില്ല, നിശ്ചയം. എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായി ശാന്തനായി ജ്ഞാനവിജ്ഞാന നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരുവൻ മതാത്മകമായ ഈ ലോകത്തെ പുനഃ ന വിപദ്യത, വീണ്ടും പ്രാപിക്കില്ല, ഉറപ്പാണ്, നിശ്ചയം, തീർച്ചയാണ്. സർവഭൂത സുഹൃച്ഛന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയം പശ്യന്മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനാം. സർവഭൂത സുഹൃച്ഛന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയം പശ്യന്മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനാം. ഈ മതാത്മകത്തിന് മതം കൊണ്ട് ആത്മസ്വരൂപമായി തീർന്ന് എന്നതിനേക്കാൾ മത്ത് ആത്മകം എന്ന് പദച്ചിന് കുറച്ചുകൂടി നന്നായിട്ട് അർത്ഥം കിട്ടും. മത് ആത്മകം, എന്റെ ആത്മസ്വരൂപം കൊണ്ട് നിറഞ്ഞതാണ് ഈ വിശ്വം എന്ന് ആരറിയുന്നുവോ അവന് വിപത്തില്ല, അവന് നാശമുണ്ടാവില്ല, അവൻ അനശ്വരമായ പദം പ്രാപിക്കതന്നെ. സർവഭൂത സുഹൃച്ഛന്തോ ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ന വിപദ്യേത വൈ പുനാം. ഇത്രയും ഭഗവാൻ ശുകരോട് പറഞ്ഞപ്പോൾ ശ്രീശുകൻ ബാക്കി പറയാം. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടോ ഭഗവതാ മഹാഭാഗവതോ നൃപാം ഉദ്ധവ പ്രണിപത്യാഹ തത്വജ്ഞാസ്യച്യുതം ഇതി ഭഗവതാ ആദിഷ്ടോ. ഇങ്ങനെ ഭഗവാനാൽ പറയപ്പെട്ടവനായ ഉദ്ധവരെ മഹാഭാഗവതോ, മഹാഭാഗവതനായ ഉദ്ധവരെ, ഹേ നൃപ, അല്ലേ ഒരു രാജാവേ. ഉദ്ധവ, ഉദ്ധവന്റെ വിശേഷണമാണ്. മഹാഭാഗവതനായ ഉദ്ധവരെ പ്രണിപത്യ, നമസ്കരിച്ചിട്ട് ആഹ പറഞ്ഞു. തത്വജിജ്ഞാസു അച്യുതം പ്രാഹ, തത്വത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. ജിജ്ഞാസ ജ്ഞാതുമിച്ഛയാണ്, അറിയാനുള്ള ആഗ്രഹമാണ്. അതുള്ളവനാണ് ജിജ്ഞാസു, അറിയാൻ ആഗ്രഹമുള്ളവൻ ജിജ്ഞാസു. ജിജ്ഞാസുവായ ഒരുവൻ തത്വം അറിയുവാൻ ആഗ്രഹിക്കുന്നവനായ
ഉദ്ധവരെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇത്യാദിഷ്ടോ ഭഗവതാ മഹാഭാഗവതോ നൃപാം ഉദ്ധവ പ്രണിപത്യാഹാദത്യാസുരച്യുതാം. ഇത്യാദിഷ്ടോ ഭഗവതാ മഹാഭാഗവതോ നൃപാം ഉദ്ധവ പ്രണിപത്യാഹാദത്യാസുരച്യുതം. യോഗേശ യോഗവിന്യാസാം യോഗാത്മൻ യോഗസംഭവാം നിശ്രേയഫായമേ പ്രോക്ത ത്യാഗ സന്യാസലക്ഷണം. ഹേ യോഗേശ, യോഗഫലത്തിൽ നിൽക്കുന്ന ഈശനാണ് അങ്ങ്. യോഗവിന്യാസം, യോഗത്തെ ലോകം മുഴുവൻ വിന്യസിപ്പിച്ചവനാണ്. ഹേ യോഗാത്മൻ, യോഗസ്വരൂപനാണ്. യോഗസംഭവം, യോഗത്താൽ സകല യോഗങ്ങളിലെയും ഉത്പത്തി സ്ഥാനമായ യോഗസംഭവന. ഇത്രയും ഭഗവാനെ ഇപ്പോൾ സംബോധന ചെയ്ത അവസ്ഥവൻ. യോഗേശ, യോഗവിന്യാസ, യോഗാത്മൻ, യോഗസംഭവം. നിശ്രേയസായമേ പ്രോക്തഹത്യാഗ. മോക്ഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ ത്യാഗം എന്ന വഴിയുണ്ടല്ലോ, നിശ്രേയസായ, നിശ്രേയസ് മോക്ഷമാണ്, നിശ്രേയസായ മോക്ഷായ മേ പ്രോക്ത എന്നാൽ പറയപ്പെട്ടതായ ത്യാഗം സന്യാസലക്ഷണ. സന്യാസലക്ഷണമായ ഈ ത്യാഗം അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടു. അങ്ങ് ഇപ്പോൾ ഇത്രയും നേരം ഉപദേശിച്ചത് കാര്യം ത്യാഗം. പ്രപഞ്ചത്തെ ഭൗതിക പദാർത്ഥങ്ങളെയും ഉപയോഗിച്ച് അതിനെ ത്യജിക്കാം. ഈ ത്യാഗമാണ് മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അതേ ഉള്ളൂ നിശ്രേയസിന് കാരണമായി തീരുന്നത്. യോഗേശ യോഗവിന്യാസ യോഗാത്മൻ യോഗസംഭവാം നിശ്രേയസായമേ പ്രോക്ത ത്യാഗസന്യാസലക്ഷണം. യോഗേശ യോഗവിന്യാസാം യോഗാത്മൻ യോഗസംഭവാം നിശ്രേയസായമേ പ്രോക്ത ത്യാഗസന്യാസലക്ഷണം. ത്യാഗോയം ദുഷ്കരം ഭൂമൻ കാമാനാം വിഷയാത്മഭി സ്മരതാം ത്വയി സർവാത്മന് അഭക്തൈരിമേ മതീം. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. ഏ ഭൂമൻ, പ്രപഞ്ചം മുഴുവൻ നിർമ്മിക്കുന്നവനായ ഭഗവൻ. അയം ത്യാഗ ദുഷ്കരം. അങ്ങ് പറഞ്ഞില്ലേ ത്യജിക്കണം, ഇതുവരെ അങ്ങ് പറഞ്ഞതാണ്. എല്ലാം തിരിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളിലുള്ള സ്നേഹത്തേക്ക് മുറിച്ചു കളഞ്ഞിട്ട് ഇവിടം വിട്ട് ദ്വാരക വിട്ട് അങ്ങ് പോകേണ്ടതാണ് എന്ന് പറഞ്ഞുവല്ലോ. ഈ ത്യാഗം ദുഷ്കരമാണ്, ചെയ്യാൻ വിഷമമുണ്ടെന്നേ ഉള്ളൂ, പറ്റില്ല. അതില്ല, അകരം എന്നല്ല, ദുഷ്കരം എന്നാണ്. ദുഷ്കരം വെച്ചാൽ വിഷമിച്ച് ചെയ്യേണ്ടതാണ് ദുഷ്കരം. ത്യാഗോയം ദുഷ്കരം ഭൂമൻ കാമാനം വിഷയാത്മഭി. എന്നാ അങ്ങനെ പറയാൻ പോവാ? കാമങ്ങളുടെ വിഷയാത്മാക്കളാണ് മനുഷ്യരെ. കാമനകൾ എന്ന സമസ്ത വിഷയങ്ങളെയും നിരന്തരമായി തന്നോട് ആകർഷിച്ച് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരൊക്കെ. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മൻ. ഏറ്റവും അധികം സുതര ത്വയി അങ്ങയിൽ സർവാത്മൻ എല്ലാവരുടെയും ആത്മസ്വരൂപനായിരിക്കുന്ന ഹേ ഭഗവൻ. അഭക്തൈരിതി മേ മതി. അഭക്തന്മാരാണ് ഇങ്ങനെയുള്ള കുകർമ്മങ്ങൾ ചെയ്യുന്നത്. അവർക്കാണ് ദുഷ്കരമായിരിക്കുന്നത് ഉപേക്ഷിക്കാൻ. സജ്ജനങ്ങൾക്ക് ത്യാഗം ഒരു വിഷമമില്ല എന്നാണ് എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ്, എൻ്റെ ചിന്ത എന്ന് ഒന്ന് അവതരിപ്പിച്ച കൊണ്ട് ത്യാഗം അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ്. എന്നെ പോലെയുള്ളവർക്ക് അതിനുള്ള യോഗ്യത ആയിട്ടില്ല. ഈ ത്യാഗം ചെയ്യണമെങ്കിൽ യോഗ്യത ഉണ്ടാവണം.
യോഗ്യത അനുസരിച്ചിട്ട് വേണം ഉപദേശിക്കാൻ. ആർക്ക് ഏത് സ്വീകരിക്കാൻ പറ്റും എന്ന് കണ്ടു വേണം ഉപദേശം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിഷയങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് ആ വിഷയങ്ങളിലേക്ക് ആകർഷ്ടമാവാതെ അതിനെ പിന്തിരിപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്തിന് പാത്രീഭൂതമാകത്തക്കതുപോലെ അങ്ങയിലേക്കുള്ള ഭക്തി ഉറപ്പിച്ചൊക്കെ കാര്യം. അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് ഇത് അസാധ്യം തന്നെയാണ്. സന്യാസത്തിന്റെ ലക്ഷണമായ ത്യാഗം ആണ് ഇവിടെ വിചാരം. ആ ത്യാഗത്തിൽ ഭക്തി കലർത്തി ഉറപ്പിച്ചു വെച്ചു. ത്യാഗോയം ദുഷ്കരം ഭൂമൻ കാമാനം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതിമേ മതി. ത്യാഗോയം ദുഷ്കരം ഭൂമൻ കാമാനം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതിമേ മതി. സോഹം മമാഹമിതി മൂഢമതത് വിഗാഢസ്ത്വന്മായ വിരചിതാത്മനിഭാനുബന്ധേ തത്വഞ്ജഫാനികദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവന് അനിഷാധിഭൃത്യം. സോഹം ആ ഞാൻ, മമ അഹം എന്ന് അങ്ങയുടെ മായ കൊണ്ട് ബന്ധിതനാണ് ഞാൻ. ഞാനെന്നും എന്റെയും എന്നുള്ള ഭേദബുദ്ധി ഉറച്ചിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് സോഹം ആ ഞാൻ, മമ അഹമിതി മൂഢമതി, ഞാനെന്നും എൻ്റെ എന്നുള്ള ബുദ്ധി ഉറപ്പിച്ചിട്ട് മൂഢമതിയായി തീർന്നിരിക്കാം. വിഗാഠ, വിഗാഠം ആഴമുള്ളത്, മുങ്ങിയിരിക്കുന്നവൻ, ആഴത്തിൽ മുങ്ങിയിരിക്കുന്നവനാണ്. തന്മായയാ വിരചിതാത്മനിഭാനുബന്ധേ, അങ്ങയുടെ മായ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതായ ഈ ശരീരത്തിൽ, തന്മായയാ വിരചിത ആത്മനി, അങ്ങയുടെ മായ കൊണ്ട് ഉണ്ടാക്കിയ ഈ ശരീരത്തിൽ ഫാനുബന്ധേ, അനുബന്ധത്തോടുകൂടി പിന്തുടർച്ചയോടുകൂടി സംസാധയാമി വേണ്ടവണ്ണം സാധിക്കുന്നു. ഭഗവൻ അനുശാസ്ത്യ ഭൃത്യം, ഹേ ഭഗവൻ, അയം ഭൃത്യം, ഈ ഭൃത്യനോട് അനുശാധി ഉപദേശിച്ചു തരൂ എന്ന് ഉദ്ധവരെ ഇപ്പോഴാണ് ഭഗവാനോട് ജ്ഞാനോപദേശത്തിന് ആവശ്യപ്പെടുന്നത്. ആത്മജ്ഞാനം മാത്രം ആവശ്യപ്പെടുന്നവർക്കേ കൊടുക്കാവൂ. അന്നം വിദ്യ കന്യാച അനർത്ഥ്യഭ്യോ നദിയ, അന്നവും വിദ്യയും കന്യകയും ചോദിക്കാത്തവർക്ക് കൊടുക്കരുത്, ചോദിക്കുന്നവർക്ക് കൊടുക്കുകയും വേണം എന്ന് സ്പഷ്ടമാണ്. അതുകൊണ്ട് ആ ഞാൻ, മൂഢമതിയായ ഞാൻ, അങ്ങയുടെ മായയിൽ ഉണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തത്തു അഞ്ജഫ നിഗദിതം, അതാകട്ടെ വേഗം പറയപ്പെടും. ഭവതാ യഥാഹം, അങ്ങയാൽ എങ്ങനെയാണോ ഞാൻ സംസാധയാമി ഭഗവൻ, ഞാൻ സാധിച്ചോളാം. അനുശാധ്യഭൃത്യം, ഈ ഭൃത്യനെ ഉപദേശിക്കും. ഈ ഭൃത്യനോട് അനുശാസന ചെയ്താലും കൊണ്ട് ത്യാഗം ഏത് വിധത്തെ അനുഷ്ഠിച്ച് ആണ് എന്നെ ഉപദേശിക്കുന്നത്, ആ വിധത്തിൽ എന്നെ ശാസിക്കാൻ അങ്ങേക്ക് കാരുണ്യം ഉണ്ടാകണം. അധികാരമല്ല, കാരുണ്യം. ഇതാണ് ഒരു പ്രാർത്ഥന. സോഹം മമാഹമിതി മൂഢമത വികാഠത്തന്മായാ വിരചിതാത്മനിഭാനുബന്ധേ തത്വഞ്ജഫാ നിഗദിതം ഭവതാ യഥാഹം സംസാധ്യാമി ഭഗവൻ നിഷാധികൃത്യം. സോഹം മമാഹമിതി മൂഢമത വികാഠത്തന്മായാ വിരചിതാത്മനിഭാനുബന്ധേ
തത്വഞ്ജസാ നിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാസ്തിഭൃത്യം സോഹം മമാഹമിതി മൂഢമതർവികാഠ സ്വത്വന്മായയാ വിരചിതാത്മനിഭാനുബന്ധേ തത്വഞ്ജസാ നിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാസ്തി ഭൃത്യം സത്യഭ്യമേ ഫുദിച്ച ആത്മന ആത്മനോന്യം വക്താരമീശ വിബുധേഷ്വപി ഫാനുചക്ഷേ അവിനാനുചക്ഷേ സർവേ വിമോഹിതധിയസ്തവമയേഷ ബ്രഹ്മാദയസ്തനഭൃതോ ബഹിരർത്ഥഭാവാഹം സത്യഭ്യ സത്യത്തിന് തേ ഇങ്ങയുടെ സ്വദൃശ ആത്മന ആത്മനോ അന്യോന്യം സ്വദിശ തന്റെ തന്നെ കണ്ണുകൊണ്ട് തന്നെത്താൻ കണ്ടറിഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന അങ്ങയുടെ പരമാർത്ഥത്തെ തന്റെ കണ്ണുകൊണ്ട് അറിഞ്ഞിരിക്കുന്നതിനാണ് യഥാർത്ഥമായി ജ്ഞാനി അല്ലെങ്കിൽ ഭക്തൻ. സത്യഫേ സ്വദിശ ആത്മന ആത്മനോ അന്യം വക്താരമീശ വിബുധേഷ്വപിതാനുചക്ഷേ വക്താരം പറയപ്പെടുന്നവനായിട്ട് വിബുധേഷു അഭി ദേവന്മാരിലും ന അനുചക്ഷേ കാണുന്നില്ല. ദേവന്മാരിലും ഇങ്ങനെ യഥാർത്ഥമായ ബ്രഹ്മതത്വം അറിഞ്ഞ ഒരാളിനെ ന അനുചക്ഷേ ഞാൻ കാണുന്നില്ല. ബ്രഹ്മാവ് സൃഷ്ടിച്ച ആയിരക്കണക്കിന് ജീവജാലങ്ങൾ തനുഭൃത ദേഹികൾ വിമോഹിതധിയ മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരായിട്ട് ബഹിരർത്ഥഭാവാഹ ദേഹത്തിൽ നിന്നും പുറത്തായ സത്യത്വ ബുദ്ധി ഉള്ളവരായിട്ട് കഴിയും. അവർക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ തിരിച്ചറിവാണ് മനുഷ്യലോകത്തിൽ സമ്പാദിക്കുക. ദാനം വേണം, ദയ വേണം, സത്യവും വേണം. ദാനവും ദയവും കൊണ്ട് മാത്രമാവില്ല, സത്യം വേണം. സത്യം പറയണം, സത്യം വിചാരിക്കണം, സത്വം അനുഷ്ഠിക്കണം. മൂന്നിരത്തിലും ഈ തത്വം, ഈ സത്വഗുണം ഉറച്ചു തന്നിരിക്കുക. സത്യഫ്യതയെ സ്വദിച്ച ആത്മനാത്മനോന്യം വക്താരമീശ ബുധേഷ്വപി നാനുചക്ഷേ സർവേ വിമോഹിതധിയസ്തവമായേഷ ബ്രഹ്മാദേയത്തനുഭൃതോ ബഹിരർത്ഥഭാവ സത്യഫ്യതേ സ്വദിച്ച ആത്മന ആത്മനോന്യം വക്താരമീശ വിബുധിഷ്വപി നാനുചക്ഷേ സർവേ വിമോഹിതധിയസ്തവമായേഷ ബ്രഹ്മാദേയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഹം തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമോ സൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്യേ. തസ്മാത് അതുകൊണ്ട് ഭവന്തം അങ്ങേ അനവദ്യം ദോഷങ്ങളില്ലാത്ത പാപങ്ങളില്ലാത്ത അങ്ങേ അനന്തപാരം അന്തമില്ലാത്ത അറ്റത്തോടു കൂടിയവരാണ്. പാരം അക്കര മറുകര എന്നൊക്കെ പറയാം. അന്തമില്ലാത്ത മറുകരയോട് കൂടിയവനാണെങ്കിൽ അന്തം കണ്ടെത്താനാവാത്ത ഉണ്ടാവാം, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടില്ല എന്ന് നമ്മൾ പറയും. അനവദ്യം അനന്തപാരം സർവജ്ഞം എല്ലാം അറിയുന്നവനും ഈശ്വരനെയും അകുണ്ഠ വികുണ്ഠധിഷ്ണ്യം കുണ്ഠിതമില്ലാത്ത കാലങ്ങൾ പോലും ബാധിച്ച് നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഭയം ഇല്ലാത്ത അകുണ്ഠിതമായ, ഇത് കുറച്ചു കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമോ ഈ വാസസ്ഥലം എന്ന്
നഷ്ടപ്പെടാത്തതായ ഈ വൈകുണ്ഠലോകം എന്ന വാസസ്ഥാനത്തോടു കൂടിയവനും ധിഷ്ണ്യം സ്ഥാനം. നിർവിണ്ണധീരഹം ഓ, നിർവിണ്ണധീയായ ഞാൻ ആകട്ടെ, ആസക്തിയില്ലാത്ത ബുദ്ധിയോട് കൂടിയവനായ, നിർവിണ്ണധീ, നിർവിണ്ണമായ ആശകളില്ലാത്ത ആഗ്രഹങ്ങളില്ലാത്ത ബുദ്ധിയോട് കൂടിയവനായിട്ട്, അഹം ഞാൻ, ഊ ആകട്ടെ, ഹ തീർച്ചയായിട്ടും, വ്രജിന അഭിതപ്തോ, വ്രജിനം കൊണ്ട് അഭിതപ്തനായിട്ട്, ദുഃഖം കൊണ്ട് തപിച്ചിരിക്കാൻ, വ്രജിനം ദുഃഖം, ദുഃഖം കൊണ്ട് തപിച്ചിരിക്കുന്നവനാണ്. നാരായണം നരസഖം ശരണം പ്രപദ്യേ, നരസഖനായ ആ നാരായണനെ തന്നെ ഞാൻ ഇതാ ഇവിടെ ശരണം പ്രാപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്ധവരെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി എത്തേണ്ട സ്ഥാനം ഇവിടെ തന്നെയാണ്. നരസഖനായ നാരായണനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ട, മറ്റാരെയല്ല. നിർവിണ്ണധിയായ ഞാൻ ഒരാസക്തിയില്ലാത്ത ബുദ്ധിയോട് കൂടിയവനായി ഞാൻ, അഹം ഓ ഞാനാകട്ടെ, വ്രജിനാഭിതപ്തനാണ്. വ്രജിനം കൊണ്ട് അഭിതപ്തനാണ്, ദുഃഖം കൊണ്ട് ഏറ്റവും തപിച്ചിരിക്കുന്നതാണ്. നിർവിണ്ണധീഹി അഹമൂഹ വ്രജിനാഭിതപ്തോ, അതുകൊണ്ട് ഞാൻ നാരായണനായ നരസുഖനെ ശരണം പാടും. എപ്പോഴെപ്പോഴൊക്കെയാണോ സങ്കടം കൊണ്ട് ദുഃഖം കൊണ്ട് മനസ്സ് തപിക്കുന്നത്, അപ്പോൾ മാത്രമേ ഭഗവാനെ ഓർമ്മിക്കുള്ളൂ, സ്മരിക്കുള്ളൂ, വിളിക്കുള്ളൂ, അടുത്ത് ചെല്ലുള്ളൂ ഒക്കെ. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. ഇത് ഏതു മനുഷ്യരുടെയും ഒരവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചതാണ് ഉദ്ധവരുടെ. അതുകൊണ്ട് എനിക്ക് ഉപദേശം വേണം ഞാൻ ആവശ്യപ്പെടുന്നത് അതിനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങയിൽ നിന്ന് മാത്രമേ ഇത് കിട്ടാൻ വഴിയുള്ളൂ. അനവദ്യം അനന്തപാരം സർവജ്ഞം ഈശ്വരം അകുണ്ഠ വികുണ്ഠ തൃഷ്ണ്യം ഭഗവന്തം, അങ്ങനെയുള്ള ഭഗവാനെ നിർവിണ്ണധിയായ ഞാൻ, ദുഃഖം കൊണ്ട് അഭിതപിക്കുന്നവനായി ഞാൻ അങ്ങേ സന്നിധ സംഭാവിച്ചിരിക്കുന്നു. തസ്മാത് ഭവന്തം അനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമുഖ വൃജിനാഭിതപ്തോ നാരായണം നരസുഖം ശരണം പ്രപദ്യേ. തസ്മാത് ഭവന്തം അനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമുഖ അഹമുഖ വൃജിനാഭിതപ്തോ നാരായണം നരസുഖം ശരണം പ്രപദ്യേ. തസ്മാത് ഭവന്തം അനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീരഹമുഖ വൃജിനാഭിതപ്തോ നാരായണം നരസുഖം ശരണം പ്രപദ്യേ. ഇത്രയും പറഞ്ഞ് ഉദ്ധവരെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. അങ്ങ് തന്നെ എനിക്ക് വഴി ഉപയോഗിച്ചു, എന്നിട്ട് പോകാവൂ എന്ന് കൊച്ചു കുട്ടിയെപ്പോലെ സാക്ഷ്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഃ സമുദ്ധരന്തി ഹ്യാത്മാനം ഹി ആത്മാനം ആത്മനൈവാശുഭാശയാത്. പ്രായേണ മിക്കവാറും മനുജാഹ മനുഷ്യർ ലോകേ ലോകത്തിൽ ലോകതത്വവിചക്ഷണാഃ ലോകതത്വത്തെ നന്നായി പരീക്ഷിച്ച് തിരിച്ചറിയുന്നവരാണ്. പ്രായേണ മനുജാഹ ലോകേ ലോകതത്വവിചക്ഷണാഃ
അങ്ങനെ അവർ സമുദ്ധരന്തിഹി ആത്മാനം, തന്റെ തന്നെ ആത്മാവിനെ ഉയർത്തി വളർത്തിക്കൊണ്ട് സമുദ്ധരന്തിഹ്യാത്മാനം ആത്മനൈവ, ആത്മാവിനെ കൊണ്ട് തന്നെ അശുഭാശയ, അശുഭചിന്തയിൽ നിന്നും ഉയർത്തിയെടുക്കുന്നു. വിഷയവാസനയിൽ അകപ്പെട്ട ഞങ്ങളെ അതിൽ നിന്നും അങ്ങ് ഉയർത്തിയെടുക്കും. വിഷയവാസനകളെ ഉപേക്ഷിക്കുന്നു എന്നുള്ള പ്രസിദ്ധമാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് മറുപടി പറഞ്ഞതാണ്. മിക്കവാറും ലോകത്തിൽ മനുഷ്യരൊക്കെയും ഉപദേശിച്ച അർത്ഥത്തെ സ്വീകരിക്കാതെ വരുന്നത് ഒന്ന് അസംഭാവന കൊണ്ട്, പിന്നൊന്ന് വിപരീത ഭാവന കൊണ്ട്. ഈ ദോഷങ്ങൾ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഉപദേശം എത്ര മനോഹരമായി ചെയ്താലും ഉള്ളിലേക്ക് അത് കടക്കില്ല. ഒന്ന് അസംഭാവനയുണ്ട്, വേണ്ടവണ്ണം സംഭാവന ചെയ്യുന്നില്ല. പിന്നൊന്ന് വിപരീത ഭാവനയുണ്ട്, എല്ലാത്തിനെയും തിരിച്ചേ കാണുകയുള്ളൂ. എത്ര നല്ലത് പറഞ്ഞു കൊടുത്താലും അതിന് നികൃഷ്ടമായ വശത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അങ്ങനെയുള്ള ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് ലോകതത്വത്തെ ആലോചിക്കാൻ സമർത്ഥരായ ജനങ്ങൾ മിക്കവാറും ആലോചിച്ചതിരിക്കത്തുള്ളൂ. പ്രായേണ മനുജാലോകേ ലോകതത്വ വിചക്ഷണാഹ സമുദ്ധരന്തിഹ്യാത്മാനം ആത്മനൈവ അശുഭ. വിഷയവാസനയിൽ അകപ്പെട്ട് കിടക്കുന്ന ഞങ്ങളെ അതിൽ നിന്നും ഉയർത്തിയെടുക്കണമേ, ഇതാണ് പ്രാർത്ഥന. മറ്റാവശ്യങ്ങൾ പറയുകയല്ല പ്രാർത്ഥന. അങ്ങനെയാണ് ഇന്നത്തെ ലോകം ധരിച്ചു വശായിരിക്കും. ഭഗവാന്റെ മുമ്പിൽ ചെന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന പൂർണ്ണമായി. അങ്ങനെ ആവശ്യമുള്ളത് പറയലല്ല പ്രാർത്ഥന. പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കാൻ വേണ്ടത് എന്തോ അത് എനിക്ക് നേടിത്തരണം എന്നുള്ളതാണ് പ്രാർത്ഥന. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ സംഭാവന ചെയ്യും, അല്ലെങ്കിൽ വിപരീതമായി ഭാവന ചെയ്യും. ഈ രണ്ട് ദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ ആലോചിക്കുന്നത് എങ്കിൽ അവരെ സ്വന്തമായ ആലോചന കൊണ്ട് വിഷയവാസനയിൽ അകപ്പെട്ട് കിടക്കുന്ന ഞങ്ങളെ ഉയർത്തിരിക്കാൻ പറ്റും. ആലോചനാ സാമർഥ്യം വിഷയത്തെ മാറ്റിവെക്കാൻ സഹായിക്കും. പ്രായേണ മനുജാലോകേ ലോകതത്വ വിചക്ഷണാഹം സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവ ശുഭാശയാ. പ്രായേണ മനുജാലോകേ ലോകതത്വ വിചക്ഷണാഹം സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവ ശുഭാശയാത്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷത യത് പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോ സ്വാവനുവിന്ദതേ. ആത്മനോ ഗുരു, തനിക്ക് തന്നെ ഗുരു. ആത്മാവ, ആത്മാവ് തന്നെയാണ് തന്റെ ഗുരു. അകമേ നിലകൊണ്ട് അതാച്ചുപലുകൾ കാണിച്ചു തരുന്ന ഒരാത്മതത്വജ്ഞാനമുണ്ട്. അതാണ് ഏവർക്കും ഗുരു. ആത്മനോ ഗുരുഹു ആത്മൈവ പുരുഷസ്യ വിശേഷത. പുരുഷനെ വിശേഷിച്ചു. എന്തെന്നാൽ പ്രത്യക്ഷ അനുമാനാഭ്യാം, പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും രണ്ടു പ്രമാണം കൊണ്ട് ശ്രേയോ അസൗ അനുവിന്ദത. അസൗ അവൻ, ശ്രേയോ ശ്രേയസിനെ, അനുവിന്ദതയെ പ്രാപിക്കുന്നു. എങ്ങനെ? ക്രമേണ മോക്ഷത്തെ പ്രാപിക്കാൻ കാരണമായിരിക്കും. എല്ലാ ശരീരത്തിനുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്, അത് പലതല്ല എന്ന് ഹിതവും അഹിതവും
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നവനാണ് ഗുരു. അർത്ഥകാമങ്ങൾ ധാർമ്മികമായി ഉപയോഗിച്ച് മോക്ഷത്തിലെത്തണമെന്ന് കാണിച്ചു തരുന്നവനാണ് ഗുരു. ധർമ്മോപദേഷ്ടാരോ ഭവന്തി ഗുരവ. ഗുരുക്കന്മാർ അക്ഷരം പഠിപ്പിക്കൽ മാത്രമല്ല, ജ്ഞാനം പഠിപ്പിക്കൽ മാത്രമല്ല, ആത്മജ്ഞാനം പറഞ്ഞു തരൽ മാത്രമല്ല, ധർമ്മം ഉപദേശിച്ച് ഒരു ശിഷ്യനെ കൈപിടിച്ച് ആ കൈപ്പടവുകളിൽ കൂടി കടത്തി മുകളിൽ എത്തിക്കൽ ഒരു ഗുരുവിന്റെ ബാധ്യതയാണ്. ഒരു ശിഷ്യനെ വഴിക്കിട്ടിട്ട് പോകരുത്. വഴിക്കിടാതെ അന്തിമ നിമിഷം വരെ കൊണ്ടുവന്ന് എത്തിക്കൽ അയാളുടെ കളയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷ അനുമാനങ്ങളെ കൊണ്ട് അയാൾക്ക് ശ്രേയസ് കിട്ടാൻ കാരണമാകും. പ്രത്യക്ഷം അനുമാനം എന്നുള്ളത് ന്യായശാസ്ത്രത്തിലെ 2 പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളുടെ സഹായം കൊണ്ട് വേണം തൻ്റെ പരമാർത്ഥം അറിഞ്ഞ് മോക്ഷം ലഭിക്കാൻ. ഒന്ന് പ്രത്യക്ഷം. ഒരു വസ്തു ഉണ്ടെന്നറിയാൻ 4 പ്രമാണങ്ങളാണ്. ഒന്ന് പ്രത്യക്ഷം, ഒന്ന് അനുമാനം, ഒന്ന് ഉപമാനം, ഒന്ന് ശബ്ദം. അതിലെ പ്രത്യക്ഷം കൊണ്ട് ആരെ കാണാം? ഈശ്വരനെ കാണാം. പ്രത്യക്ഷി ഭവിച്ചു, കണ്ണുകൾക്ക് ശരിക്ക് കാണാൻ പറ്റുന്നാവുന്നു. അങ്ങനെ പ്രത്യക്ഷം കൊണ്ടു. ഇനി വേറെ ചിലപ്പോൾ പ്രത്യക്ഷമായി കാണാൻ പറ്റാതെ വരുമ്പോൾ അനുമാനം കൊണ്ട് ഈശ്വരത്വത്തെ സ്വീകരിക്കും. അനുമാനം അഭ്യൂഹങ്ങളുടെ പ്രമാണമാണ്. ഊഹിച്ചു കിട്ടുന്നതിനെ പ്രമാണമാക്കി മാറ്റുമ്പോൾ എന്താകും? അത് അനുമാനമാണ്. അനുമിക്കുകയാണ്. അങ്ങനെ ആയിരിക്കും എന്ന് ഊഹിക്കാം. എന്നൊത്തിരി ലക്ഷണങ്ങൾ, അടയാളങ്ങൾ അതെല്ലാം വെച്ചിട്ടാണ്. അപ്പൊ ഈ രണ്ട് പ്രമാണങ്ങളെ കൊണ്ട് പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയസ് അസൗ അവൻ അനുവിന്ദത്തെ പതുക്കെ പ്രാപിക്കും. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതാം യത് പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോ അസാവനുവിന്ദത്തെ. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതാം യത് പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോ സാവനുവിന്ദത്തെ. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതാം യത് പ്രത്യക്ഷാനുമാനാഭ്യം ശ്രേയോ സാവനുവിന്ദത്തെ. തീർന്നില്ല. ആ ഉപദേശം, ഭഗവാന്റെ ഉപദേശം കുറച്ചുകൂടിയുണ്ട്. അതിനുശേഷമാണ് ഈ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയലാണ് 2 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിലേക്ക് വരാനുള്ളൊരു മുഖവരം ഉണ്ടാക്കി വയ്ക്കലായിരുന്നു ഇതുവരെ തീർന്നില്ല. കുറച്ചുകൂടി ഉണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് നമ്മളുടെ തൽക്കാലം ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ചോദിക്കാം, അല്ലെങ്കിൽ സാറ് 17-ാമത്തേലെ 3-ാമത്തെ ഒന്നും കൂടെ ചൊല്ലിത്തരാവോ? സർവേ വിമോഹിത ധിയസ്തവ മായ ഏമേ നാണ മായ. സർവേ വിമോഹിത ധിയസ്തവ മായേശ. മായ ഏമേ എന്നാ ഞങ്ങളുടെ പുസ്തകത്തില്. മായ ഈശ സംബോധനയാണ്. മായേശ മായ കൊണ്ട് ഈശ എന്ന സംബോധനയാണ്. സാറേ ഒന്നും കൂടെ, ഇവിടെ ഭഗവാന്റെ അംശാവതാരം പൂർണ്ണാവതാരമായിട്ടല്ലേ ശ്രീകൃഷ്ണാവതാരം എടുത്തിരിക്കുന്നത്? പൂർണ്ണമായിട്ട് എങ്ങും അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. വൈകുണ്ഠത്തിൽ എപ്പോഴും ഉണ്ടാവും. കൃഷ്ണാവതാരം അംശാവതാരം തന്നെ, എല്ലാ അവതാരങ്ങളും തന്നെ. പക്ഷെ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് പൂർണ്ണത പറയുന്നത്. മറ്റുള്ളതിനെ അപേക്ഷിച്ചാണ് പൂർണ്ണം. ഇതുവരെ എടുത്ത അവതാരങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമാണ്. അത്രേ ഉള്ളൂ. അത് ബ്രഹ്മാവിനോട് അന്നേ എന്റെ അംശം കൊണ്ട് ഞാൻ 2ആയി തീരുന്ന അന്നേ പറയുന്നുണ്ടല്ലോ. കൃഷ്ണാവതാര സമയത്ത് ആ പ്രസ്താവനയിൽ ബ്രഹ്മാവ് ചെന്ന് ശ്രമിക്കുമ്പം പറയും, അംശേന ദ്വയമാത്മന, എന്റെ അംശം കൊണ്ട് ഞാൻ 2ആയി തീർന്നിട്ടാണ് അവതരിക്കാൻ പോകുന്നത്. ജനിക്കാമെന്ന് അന്നേ പറഞ്ഞു വെച്ചത്.
അംശങ്ങളിൽ ഉപസംഹരിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം. നമസ്തേ. നമസ്കാരം.